റഷ്യ യുക്രൈൻ യുദ്ധം അടുത്തെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല. അതിശക്തമായ ആക്രമണമാണ് മേഖലയിൽ നടക്കുന്നത്. യുദ്ധത്തിൽ വ്യക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ യുക്രൈൻ നടത്തുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിനിടെ റഷ്യ യുക്രൈൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. റഷ്യക്കെതിരെ യുക്രൈൻ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കും. ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. റഷ്യയുടെ നിയമവിരുദ്ധമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള അവകാശം യുക്രൈനുണ്ടെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും മന്ത്രാലയം യുക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൻറ്റി ടാങ്ക് മിസൈലുകൾ, സൈനിക വാഹനങ്ങൾ, മറ്റ് UK നിർമ്മിത ആയുധങ്ങൾ എന്നിവ ഇനി യുക്രൈൻ ഉപയോഗിക്കാം. പക്ഷേ UKയുടെ സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈൻ്റെ പരിധിക്കപ്പുറം ഉപയോഗിക്കാനാവില്ല. ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈൻ അതിർത്തിക്കുള്ളിൽ മാത്രമാണ് പ്രയോഗിക്കാനാവുക. റഷ്യക്കെതിരായ യുക്രൈൻ്റെ മുന്നേറ്റം നടന്നിട്ട് 10 ദിവസം പിന്നിടുകയാണ്. റഷ്യൻ മേഖലയായ കുർസ്കിൽ 30 കിലോമീറ്ററോളം യുക്രൈൻ സൈന്യം പ്രവേശിച്ചു കഴിഞ്ഞു. 2022 ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള യുക്രൈൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. യുക്രൈൻ്റെ നീക്കം പ്രകോപനപരമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് അതിർത്തി ജില്ലയായ ബെൽഗോറോഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. യുക്രൈൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ തടയാൻ സാധിച്ചതായി റഷ്യ അവകാശപ്പെടുന്നുണ്ട്. യുക്രൈൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി കുർസ്കിൽ ഒരു സുരക്ഷാ മേഖല ഒരുക്കുമെന്നും യുക്രൈൻ്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഐറിന വെരേസ്ചുക് അറിയിച്ചു. മേഖലയിൽ റഷ്യൻ പൗരന്മാർ ഉണ്ടായിരുന്നതായും ഇവർ മാനുഷിക നിയമങ്ങൾക്ക് അനുസൃതമായി സംരക്ഷണയിലാണെന്നും ഐറിന പറയുന്നു. സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നതിനായി മാനുഷിക ഇടനാഴികൾ നിർമ്മിക്കുമെന്നും ഐറിന വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളും മേഖലയിൽ പ്രവർത്തിക്കും. മാനുഷിക സഹായം വേണ്ടവർ അല്ലെങ്കിൽ യുക്രൈനിലേക്ക് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനായി 24 മണിക്കൂർ സമയം നൽകി. റഷ്യ തൊടുത്ത 29 ഡ്രോണുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യയുടെ ആക്രമണത്തിന് കാര്യമായ ആഘാതം സൃഷ്ടിക്കാനായിട്ടില്ലെന്നാണ് യുക്രൈൻ അധികൃതർ അവകാശപ്പെടുന്നത്. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് കീവ്, പോർട്ടാവ, കിരോവോ ഫ്രാത്ത് എന്നീ മേഖലയിലെ ഗവർണർമാർ അറിയിച്ചത്.